കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. മാരകമായ രോഗം, എല്ലാവർക്കും രോഗം, അസുഖം, ഇതൊക്കെയാണ് എല്ലാവരും. എനിക്ക് സുഖമില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് അസുഖമാണ്. എല്ലാവർക്കും ഒരു ഫാഷൻ പോലെയാണ് എനിക്ക് രോഗമാണ്. അസുഖമില്ലാത്ത, അതായത് സുഖമില്ലാത്ത അവസ്ഥ, അതാണല്ലോ അസുഖം. സുഖം നമ്മളെല്ലായ്പ്പോഴും കരുതേണ്ടത് നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണ്. രോഗമില്ലാത്ത അവസ്ഥയാണ് നമുക്കെന്ത് ആരോഗ്യം. അപ്പോൾ ചിന്തിക്കേണ്ടത് ഏത് മാരകമായ രോഗത്തെയും നമുക്ക് നമ്മളുടെ വിശ്വാസം കൊണ്ട്, നമ്മളുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ഏത് രോഗശമനത്തിനും, എല്ലാ രോഗശമനത്തിനും അടിസ്ഥാനമായിട്ട് വിശ്വാസം വേണം. എങ്ങനെ? വിശ്വാസമുണ്ടെങ്കിൽ ഏത് മാരക രോഗവും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. ഭയങ്കരമായിട്ട് ക്യാൻസർ വന്നൊരു വ്യക്തി, കഴിഞ്ഞ ദിവസം എൻ്റെ അനുഭവത്തിൽ ഒരാൾ കൗൺസിലിങ്ങിന് വന്നു. പുള്ളി തെറാപ്പിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ കണ്ട ടീച്ചർക്ക് വല്ലതും തോന്നുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ കണ്ട എന്ത് തോന്നാനോ, ഫിനാൻഷ്യലി ഇത്തിരി ക്രൈസിസ് ഉണ്ട്, ടോട്ടലി ഇത്തിരി ഇതുണ്ട്. അത് ഞാൻ തെറാപ്പിയൊക്കെ ചെയ്തു, കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് പുള്ളി ഒരു റിക്കവറി ആയി. കുറേ ദിവസമായിട്ട് എൻ്റെ പേഷ്യൻ്റ് പോലെ വന്നു പോയിക്കൊണ്ടിരുന്നു. തെറാപ്പി എല്ലാം കഴിഞ്ഞ് പുള്ളി ഹാപ്പിയാണ്. പുള്ളി അടുത്ത സ്റ്റെപ്പുകൾ, ബിസിനസ്സിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ കണ്ടാൽ തോന്നുന്നത്? പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാനിപ്പോൾ ഹാപ്പിയാണ്, പക്ഷേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിമുടി പുള്ളി ഒന്ന് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നു ക്യാൻസർ? പുള്ളി പറഞ്ഞു, എനിക്ക് ആമാശയത്തിനുള്ളിലായിരുന്നു. വീണ്ടും പുള്ളിയുടെ രോഗകാരണങ്ങളെല്ലാം ഞാൻ തുടക്കം മുതലേ പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, മനസ്സിൻ്റെ ശക്തിയും വിശ്വാസവും അതല്ലേ നിങ്ങളെ രക്ഷിച്ചത്, അല്ലേ? നിങ്ങൾ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ സ്വയം മരണത്തിലേക്ക് പോകുന്നതിന് പകരം ഇത്രയും മാരകമായ രോഗം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ നിമിഷം നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ചോദിച്ചു. പുള്ളി അതിനെക്കുറിച്ചൊക്കെ വിളിച്ചു. എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വേറൊരാളുടെ കാര്യത്തിന് വേണ്ടി, വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് അതിന് മുൻപേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വാഭാവികമാണ്, ഞാൻ അത് കെയർ ചെയ്തില്ല. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഒന്ന് ഫുൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് ഡയഗ്നോസിസ് ചെയ്തു. ഡയഗ്നോസിസ് ചെയ്തപ്പോഴാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ രണ്ടാമത് ഒരു സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും എടുത്തപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തുടക്കമാണ്, ക്യാൻസർ ആണെന്ന്, തുടക്കമാണ്, ആമാശയത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, തുടക്കമാണെങ്കിൽ എങ്ങനെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഫേമസ് ആയ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഗംഗാധരൻ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് തുടക്കമാണ്, കുഴപ്പമില്ല, നിങ്ങൾ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് ഭേദമാകാം, കുറച്ച് പണച്ചെലവുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയി അഡ്മിറ്റായി, ചികിത്സ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ മുടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അദ്ദേഹത്തിന് എന്തോ മുടിയെല്ലാം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് തോന്നിയത്. ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് തോന്നിയില്ല. വളരെ ഫ്രഷ്നെസ് ആയൊരു വ്യക്തി. ചികിത്സ 3-4 മാസക്കാലത്തോളം ഇതിൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ, 2-3 കീമോ, ഇതെല്ലാം കഴിഞ്ഞു. കുറേ ലക്ഷങ്ങൾ അതിനുവേണ്ടി മുടക്കി. ഇപ്പോൾ ഒരു 2 വർഷത്തോളം അദ്ദേഹം ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്നു. വീട്ടുകാർക്കൊക്കെ പേടിയാണ്, ഇദ്ദേഹം മരിക്കുമോ എന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതുപോലെയുള്ള മൈൻഡ് സ്കില്ലിൻ്റെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ പുള്ളി കേൾക്കാൻ തുടങ്ങി. മോട്ടിവേഷൻസൊക്കെ പുള്ളി കേൾക്കാൻ തുടങ്ങി, മോട്ടിവേഷൻസൊക്കെ കാണാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവസാനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പരിശോധനയ്ക്ക് ചെന്ന ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ മോചിതനാണ്. ഇപ്പോൾ കാര്യം കീമോയൊക്കെ കഴിഞ്ഞു, മരുന്നൊക്കെ കഴിച്ചു, മെഡിസിനൊക്കെ കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷം നോക്കിയപ്പോൾ നിങ്ങൾ പൂർണ്ണമായും അതിൽ നിന്ന് മോചിതനാണ്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പുള്ളി അവിടെ നിന്ന് അങ്ങോട്ട് പലതരത്തിലുള്ള പള്ളികളും അമ്പലങ്ങളും പൂജാരികളെയും ആളുകളെയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഞാൻ കൊടുത്ത ആ ഒരു വിശ്വാസവും ആ ഒരു തെറാപ്പി ചികിത്സയും എല്ലാം കൊണ്ടും പുള്ളി പറഞ്ഞു, ഞാൻ ഇനി രോഗത്തിന് അടിമപ്പെടില്ല. ഇനി ഭാവിയിൽ 10 വർഷം കഴിഞ്ഞ് ഈ രോഗം തിരിച്ചു വന്നാലും ഞാൻ രോഗത്തിന് അടിമപ്പെടില്ല, രോഗത്തെ ഞാൻ ജയിക്കും. ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ബലം ഞാൻ ഭയങ്കരമായിട്ട്. അതേസമയം വേറൊരു വ്യക്തി, വീടിന് തൊട്ടടുത്തൊരു വ്യക്തി ചെറുതായിട്ടൊരു ചെസ്റ്റിലൊരു ചെറിയൊരു ട്യൂമറിൻ്റെ അവസ്ഥ കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം വേഗം ഹോസ്പിറ്റലിൽ പോയി. പല ഹോസ്പിറ്റലിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞു. ചികിത്സകളെക്കാൾ മുമ്പായിട്ട് ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഡൗണായി, ശരിക്കും ഫാറ്റായി. അദ്ദേഹത്തിനോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, നിങ്ങളിതിന് റിക്കവറി ആവും, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്
ഇല്ല എനിക്ക് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതായിരുന്നില്ല, താൻ മരിക്കുമോ എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന ചെയിൻ സ്മോക്കിങ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കീമോ കഴിഞ്ഞ് മുഖമെല്ലാം കറുത്തിരിക്കുന്നു, മുടികളൊക്കെ കുറേശ്ശെ കൊഴിയാൻ തുടങ്ങി. അതെല്ലാമാണ് അദ്ദേഹത്തെ ഇത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം താൻ റിക്കവറി ചെയ്താൽ പുറത്തേക്ക് വരുന്നൊരു പുതിയ വ്യക്തിയായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും വിദേശത്തു നിന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ റിക്കവറി ആവും, അപ്പച്ചനൊരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടില്ല. അങ്ങനെ സ്വയം അദ്ദേഹം പല ആസ്പത്രികളിലും പോയി. രണ്ടാമത്തെ കീമോ കഴിഞ്ഞോടുകൂടി അദ്ദേഹം ശരിക്കും നിരന്തരമായിട്ട് ഇനി ഞാൻ മരിക്കുകയുള്ളൂ, എനിക്ക് മരിക്കാനേ ഇനി കഴിയുള്ളൂ, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, ഞാൻ ഇത്രയും കാലം സന്തോഷമായിട്ട് ഓടി നടന്നു, സിഗരറ്റ് വലിച്ചു, വീടി വലിച്ചു, ഭക്ഷണം കഴിച്ചു, വിദേശത്ത് പോയി, മക്കളുടെ കൂടെ പോയി താമസിച്ചു, ഇനി ഒന്നും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം എന്തു പറ്റി, സ്വയം ഒരു രോഗിയായിട്ട് ഒരു പേര് കുത്തി മുദ്ര കുത്തി അദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഒരു ചുമ വന്നാൽ പോലും അദ്ദേഹം പറയും, ഇതിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറയും. രണ്ട് വ്യക്തികളെ നോക്കുക. ആദ്യത്തെ വ്യക്തി ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും മോട്ടിവേഷൻസിലൂടെയും അദ്ദേഹം സ്വയം നേടിയെടുത്ത ഒരു ആത്മവിശ്വാസത്തിലൂടെ അദ്ദേഹം ആ രോഗത്തെ തരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തു. ഇപ്പോഴും പറയുന്നതാണ്, രോഗത്തെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ രോഗത്തെ തോൽപ്പിക്കും. ഇവിടെ നേരെ മറിച്ച് ഇദ്ദേഹം എന്ത് പറഞ്ഞു, രോഗത്തിന് വിട്ടുകൊടുത്തു, എന്നെ അങ്ങ് തോൽപ്പിച്ചോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. തുടക്കമായിരുന്നു, മൈൽഡായിരുന്നു ക്യാൻസർ, എന്നിട്ട് പോലും ഒരു ട്യൂമറായി വന്ന അദ്ദേഹം ഒരു 6 മാസം കൊണ്ട്, ജനുവരി മുതലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങിയത്, അസുഖങ്ങൾ കണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4-ാം തീയതി ആയപ്പോഴത്തേനും അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇതിൽ നിന്നെല്ലാം റിക്കവറി ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്തു. എന്തെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ രോഗിയാണ്, ഞാൻ മരിക്കാൻ പോവാണ്, പേടി, ആ ഡിപ്രഷൻ ഇങ്ങനെ കൂടിയാണ് അദ്ദേഹം ഡോക്ടർ പറഞ്ഞതും ഒരു 2 വർഷക്കാലമെങ്കിലും ഇവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് 6 മാസം കൊണ്ട് അദ്ദേഹം 4 മാസം കൊണ്ട് എല്ലാം മതിയാക്കി അദ്ദേഹം ഭൂമിയിൽ നിന്ന് യാത്രയായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രോഗിയായ ഒരു വ്യക്തിയോട് നമ്മൾ വിശദീകരിക്കുകയാണ്, നിങ്ങൾക്ക് അസുഖമില്ല, നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾക്ക് അസുഖമില്ല, അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തെ മാറ്റാതിരിക്കുക. രോഗിയെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുക, ഈ എത്ര മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഏറ്റവും വലിയ രോഗമായിരുന്നു ക്യാൻസർ, അതിൽ നിന്ന് ചികിത്സയുണ്ട്. ഇന്ന് മാരകമായ രോഗത്തിന് ചികിത്സയുണ്ട്, അതിൽ നിന്ന് മോചിതരാണ് എല്ലാവരും. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് നമുക്ക് അതിനു മുമ്പേ, രോഗം വരുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം ചെയ്യണം, എനിക്ക് രോഗമൊന്നും ഉണ്ടാകില്ല, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ്. വിശ്വാസം എന്ന ഒന്ന് നിങ്ങളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക. എന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ മുഴച്ചു വരിക. അതുകൊണ്ട് തന്നെ ഓരോ രോഗശമനത്തിനും, ഓരോ പ്രാവശ്യം നിങ്ങൾ ചികിത്സിക്കുമ്പോഴും, നിങ്ങളുടെ ചികിത്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ധരിക്കണം, എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് രോഗമൊന്നുമില്ല. പെട്ടെന്നൊരവസരത്തിൽ നമ്മൾ മരിക്കുന്ന, ഒരു ആക്സിഡൻറ്റ് വന്ന് മരിക്കുന്ന പോലെയല്ലല്ലോ രോഗം വന്ന് മരണം കാത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ ഒന്നാമത് രോഗം വരാതിരിക്കാൻ നോക്കുക. ചെറിയൊരു രോഗം വരുമ്പോഴത്തേക്ക് ഇതെന്തോ മാരകമായ രോഗമാണെന്ന് ധരിക്കുന്നതിന് പകരം ഇതൊന്നുമല്ല, ഇങ്ങനെ ഒരു അസുഖമേ എനിക്കില്ല, അസുഖം എന്ന വാക്കേ നിങ്ങൾ ഉപയോഗിക്കേണ്ട, രോഗം എന്ന വാക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്. പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര അസുഖമാണ്, എനിക്ക് ഭയങ്കര ഇതാണ്, എന്നും അസുഖമാണ്, കിട്ടുന്നൊക്കെ ആസ്പത്രി കൊണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധിക്കും. നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിൽ വിശ്വസിപ്പിച്ച് ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, എനിക്കിങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല. ഇനി അഥവാ ഒരു പനിയോ തലവേദനയോ എന്തെങ്കിലും വന്നെങ്കിൽ തന്നെയും ഇതിൽ നിന്നെല്ലാം ഞാൻ റിക്കവർ ചെയ്ത് അപ്പുറത്തേക്ക് എത്തും. അതുകൊണ്ട് ബോധ മനസ്സിനെ, ശരീരത്തെയും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. ഏത് അവയവങ്ങളെയാണോ നമ്മൾ സൃഷ്ടിച്ചതെന്ന് കൂടി നമ്മൾ സൂചിപ്പിക്കണം. ഏത് അവയവത്തിനാണോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആ അവയവത്തിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം, നിനക്ക് അസുഖമൊന്നുമില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തെറാപ്പികളുമാണ് ഈ കോൺഷ്യസ്നസ് ബാർ അല്ലെങ്കിൽ അസസ് ബാർസ് എന്ന് പറയുന്ന. ഒരു അസുഖമില്ല എന്നൊരു വ്യക്തിയെ പറഞ്ഞു പഠിപ്പിക്കാനും അസുഖമില്ലാത്തൊരു തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കും. വാക്കുകൾ പോലും, ഞാൻ അസുഖമുള്ളവനാണ്, ഞാൻ രോഗമുള്ളവനാണ് എന്നല്ല പറയേണ്ടത്. രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം, സുഖമില്ലാത്ത അവസ്ഥയാണ് അസുഖം. അപ്പോൾ സുഖവും വേണ്ട, അസുഖവും വേണ്ട, രോഗവും വേണ്ട, ആരോഗ്യം മാത്രം നമ്മൾ പറയുക. ആ വാക്കുകളെ നമ്മൾ ആവർത്തിക്കുക, ചാൻഡിങ് ചെയ്യുക, ആവർത്തിക്കുക, ഞാൻ ആരോഗ്യവാനാണ്, പല ആവർത്തിക്കുക. അപ്പോൾ ബോധ മനസ്സിൽ നമ്മുടെ അസുഖം വന്ന അവയവം പോലും ചിന്തിക്കും, ശരിയാണോ ഇത്, തെറ്റല്ലേ,
ഞാൻ ആരോഗ്യവാനാണെന്ന് പറയുന്ന വ്യക്തിയുടെ ആ അവയവത്തിന് പിന്നെ അസുഖം വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അങ്ങ് മാറ്റുക. ആ ചിന്തകളെ മാറ്റുക, ചിന്തകളെ പൂർണ്ണമായിട്ട് മാറ്റുക. അതുകൊണ്ട് എങ്ങനെ രോഗശമനം വരുത്തണമെന്ന് നമ്മൾ അറിയണം. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ അഡ്വൈസ് സൂക്ഷിക്കുക. വെസ്റ്റേൺ കൺട്രീസിൽ, ലണ്ടനിൽ, ഇംഗ്ലണ്ടിലൊക്കെ പറയാറുണ്ട്, ഡോക്ടർമാർ രോഗം വന്നു കഴിഞ്ഞാൽ, എന്ത് ചെറിയ രോഗമാവട്ടെ എന്ത് വലിയ രോഗമാവട്ടെ, മരിക്കാൻ പോകുന്ന ആളായിട്ട് വിളിച്ചിരുത്തി ആളോട് പറയും, ദേ നിങ്ങൾക്ക് ഇത്ര മാസമേ ഉള്ളൂ, നിങ്ങൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിന് ചിന്തിക്കണം, എനിക്ക് മരിക്കേണ്ട എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. മരിക്കേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾ ഉടലോടെ പുറത്തേക്ക് കളയുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കണം, എനിക്ക് രോഗമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രോഗശമനം വരുത്താൻ നിങ്ങൾക്കേ കഴിയൂ, നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ രോഗശമനം വരുത്താൻ. നിങ്ങളിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു രോഗശാന്തി വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രോഗശാന്തിയിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങളെല്ലാവരും ഒരേപോലെ ചിന്തിക്കുക, എനിക്ക് രോഗമില്ല, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, എനിക്കിതിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാൻ കഴിയും, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് അസുഖമൊന്നുമില്ല. മനസ്സിൽ ചിന്തിക്കുകയേ വേണ്ട രോഗത്തെക്കുറിച്ച്. അങ്ങനെ സ്വയം നിങ്ങളുടെ മനസ്സിനെ, ഉപബോധ മനസ്സിനെ നിങ്ങൾ ചിന്തിപ്പിക്കുക, വിശ്വസിപ്പിക്കുക, പ്രവർത്തിപ്പിക്കുക, എനിക്ക് ആരോഗ്യമുണ്ടെന്ന്. അതിലൂടെ നിങ്ങൾക്ക് രോഗമോചിതനാവാനും രോഗത്തിൽ നിന്ന് മോചിക്കപ്പെടാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് പൂർണ്ണ തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്.